ഇന്നത്തെ ഈ വീഡിയോയിൽ IEO കെമിസ്ട്രിയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കായ സിമെൻറ്റിൻ്റെ ഓവർവ്യൂവും അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നോക്കാം. അപ്പോൾ നമുക്കറിയാം, സിമെൻ്റ് എന്ന് പറയുന്നത് ഒരു ബേസിക് ബിൽഡിംഗ് മെറ്റീരിയലാണ്. ഈ സിമെൻറ്റിലെ മേജർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എന്ന് പറയുന്നത് ലൈമായിരിക്കും. 60-63% ലൈമായിരിക്കും. ഈ ലൈമാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുക? ബൈൻഡിങ് പ്രോപ്പർട്ടി പ്രൊവൈഡ് ചെയ്യുക. ദെൻ സിലിക്ക 22%, അതായത് ഏകദേശം 25%ഓളം സിലിക്കയാണ് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ അലുമിന 3-8%, അതാണ് ക്യുക്ക് സെറ്റിംഗ്, സിമെൻറ്റിൻ്റെ ക്യുക്ക് സെറ്റിങ്ങിന് സഹായിക്കുന്നത്. ദെൻ അയൺ ഓക്സൈഡ് ഉണ്ട്. അയൺ ഓക്സൈഡ് 3%ഓളം ഉണ്ട്, അത് കളർ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ ജിപ്സം അഥവാ കാൽസ്യം സൾഫേറ്റ്, അതാണ് സിമെൻറ്റിൻ്റെ സെറ്റിംഗ് ടൈം കൺട്രോൾ ചെയ്യുന്നത്. ഇനി ഇതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദി ജിപ്സം ഇൻ സിമെൻറ്റ് മാനുഫാക്ചറിങ്? സിമെൻറ്റ് മാനുഫാക്ചറിങ്ങിൽ ജിപ്സം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ജിപ്സം എന്ന് പറയുന്നത് സിമെൻറ്റിൻ്റെ സെറ്റിംഗ് ടൈം കൺട്രോൾ ചെയ്യുന്നതിനാണ് ഉപയോഗിക്കുന്നത്. കാൽസ്യം സൾഫേറ്റ് ആണ് ജിപ്സം എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഫൈൻനെസ് ഓഫ് സിമെൻറ്റ് അറിയുന്നതിനുള്ള ടെസ്റ്റാണ് പെർമിയബിലിറ്റി ടെസ്റ്റ്. ഫൈൻനെസ് ഓഫ് സിമെൻറ്റ് കണ്ടുപിടിക്കുന്നതിനുള്ള ടെസ്റ്റ് പെർമിയബിലിറ്റി ടെസ്റ്റും, അതുപോലെ തന്നെ സൗണ്ട്നെസ് ഓഫ് സിമെൻറ്റ് കണ്ടുപിടിക്കുന്നതിനുള്ള ടെസ്റ്റ് ലേ ചാറ്റ്ലിയർ ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ദെൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിമെൻറ്റ് ഉണ്ട്. റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ്, അത് നമ്മൾ സാധാരണ വർക്കിങ്ങിന് ഉപയോഗിക്കുന്നതാണ്, റോഡ് കൺസ്ട്രക്ഷൻ വർക്കിന് ഉപയോഗിക്കുന്ന സിമെൻറ്റാണ്. അതുപോലെ തന്നെ ക്യുക്ക് സെറ്റിംഗ് സിമെൻറ്റ് ഉണ്ട്, പെട്ടെന്ന് സെറ്റ് ചെയ്യുന്ന സിമെൻറ്റ്, അത് അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷനായിരിക്കും ഉപയോഗിക്കുന്നത്. ദെൻ ലോ ഹീറ്റ് സിമെൻറ്റ് ഉണ്ട്. ലോ ഹീറ്റ് സിമെൻറ്റ് ഡാം കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിമെൻറ്റാണ് ലോ ഹീറ്റ് സിമെൻറ്റ്. ദെൻ സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻറ്റ്. സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻറ്റാണ് മറൈൻ എൻവയോൺമെൻറ്റിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കനാൽ ലൈനിങ്സ്, അങ്ങനെ ഹാർബറുകൾ, അതുപോലുള്ള കാര്യങ്ങളിൽ മറൈൻ എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട സിമെൻറ്റാണ് സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻറ്റ്. അതാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിമെൻറ്റിൻ്റെ ഉപയോഗങ്ങൾ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സിമെൻറ്റും കോൺക്രീറ്റും എന്ന് പറയുന്നത് 1:0.5 റേഷ്യോയിലായിരിക്കും ആഡ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ബോഗസ് കോമ്പൗണ്ട്, സിമെൻറ്റ് വാട്ടറുമായിട്ട് ചേരുമ്പോൾ ഉണ്ടാകുന്ന കോമ്പൗണ്ടാണ് ബോഗസ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഈ ബോഗസ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ട്രൈക്കാൽസ്യം സിലിക്കേറ്റ്, ട്രൈക്കാൽസ്യം അലുമിനോ ഫെറേറ്റ്, ട്രൈക്കാൽസ്യം അലുമിനേറ്റ്, അതുപോലെ തന്നെ ഡൈക്കാൽസ്യം സിലിക്കേറ്റ്, ഇങ്ങനെ 4 കോമ്പൗണ്ടുകളാണ് ബോഗസ് കോമ്പൗണ്ടുകൾ. ഈ ബോഗസ് കോമ്പൗണ്ടുകളിൽ ഹയസ്റ്റ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഉള്ളത് ട്രൈക്കാൽസ്യം അലുമിനേറ്റിനാണ്. അത് വിത്തിൻ 24 hours ഫോം ചെയ്യുന്നതാണ് ട്രൈക്കാൽസ്യം അലുമിനേറ്റ്. സിമെൻറ്റ് വാട്ടറുമായി ചേർന്ന് കഴിഞ്ഞാൽ വിത്തിൻ 24 hours ട്രൈക്കാൽസ്യം അലുമിനേറ്റ് ഫോം ചെയ്യും. അതുപോലെ തന്നെ ഹയസ്റ്റ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ, ഇത് രണ്ടുമാണ് ട്രൈക്കാൽസ്യം അലുമിനേറ്റിൻ്റെ പ്രോപ്പർട്ടി. ദെൻ ടെട്രാ കാൽസ്യം അലുമിനോ ഫെറേറ്റ് ആണ്. ടെട്രാ കാൽസ്യം അലുമിനോ ഫെറേറ്റ് എന്ന് പറയുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇനാക്റ്റീവ് കോമ്പൗണ്ടാണ്. അതും വിത്തിൻ 24 hours ഫോം ചെയ്യും, അത് ഇനാക്റ്റീവ് കോമ്പൗണ്ടാണ്. ദെൻ ട്രൈക്കാൽസ്യം സിലിക്കേറ്റ് ഉണ്ട്. ട്രൈക്കാൽസ്യം സിലിക്കേറ്റ് ആണ് വിത്തിൻ 28 days ആണ് ഫോം ചെയ്യുന്നത്. അതാണ് എയർലി സ്ട്രെങ്ത് ഓഫ് സിമെൻറ്റിന് കാരണമാകുന്നത്, ട്രൈക്കാൽസ്യം സിലിക്കേറ്റ്. അതുപോലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് പെർസെൻറ്റേജിലുള്ളതും ട്രൈക്കാൽസ്യം സിലിക്കേറ്റ് ആണ്. ദെൻ ഡൈക്കാൽസ്യം സിലിക്കേറ്റ്, ലാസ്റ്റ് വൺ. ഡൈക്കാൽസ്യം സിലിക്കേറ്റ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നു. അത് വെരി സ്ലോലി ആണ് ഫോം ചെയ്യുന്നത്, അതായത് 1 year ഒക്കെ എടുക്കും ആ കോമ്പൗണ്ട് ഫോം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്, ഗുഡ് ക്വാളിറ്റി ഓഫ് സിമെൻറ്റ് ഹാവ് എ ഹയർ പെർസെൻറ്റേജ് ഓഫ് വിച്ച് ബോഗസ് കോമ്പൗണ്ട്? ട്രൈക്കാൽസ്യം സിലിക്കേറ്റ്. കാരണം ട്രൈക്കാൽസ്യം സിലിക്കേറ്റ് ആണ് കൂടുതലുള്ളത് ഈ 4 കോമ്പൗണ്ടിൽ.
ദെൻ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത് ഏതാ? അൾട്ടിമേറ്റ് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത് ഡൈകാൽസ്യം സിലിക്കേറ്റ്. അതുപോലെ തന്നെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഹയസ്റ്റ് ഉള്ളത് ട്രൈകാൽസ്യം അലുമിനേറ്റിനാണ്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോഗസ് കോമ്പൗണ്ട്. ഇനി സിമെൻറ്റ് വാട്ടറുമായിട്ട് ചേരുന്ന പ്രോസസ്സ് ഹൈഡ്രേഷനാണ്. അതൊരു എക്സോതെർമിക് റിയാക്ഷനാണ്. പിന്നെ ദ എക്യുപ്മെൻറ്റ് യൂസ് ടു ഡിറ്റർമിനിങ് സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ഓഫ് സിമെൻറ്റിൻ്റെ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി അറിയുന്നതിനുള്ള എക്യുപ്മെൻ്റാണ് വിക്കാറ്റ് അപ്പാരറ്റസ്. അപ്പോൾ ടൈപ്പ് ഓഫ് സിമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ജിപ്സത്തിൻ്റെ വർക്കിംഗ്, അതുപോലെ തന്നെ കോൺസ്റ്റുവൻ്റ് ഓഫ് സിമെൻറ്റ്, ബോഗസ് കോമ്പൗണ്ട്, ഈ ഭാഗത്തു നിന്നൊക്കെ ആയിരിക്കും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകൾ വരുന്നത്.